എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറിൻ്റെ കുറച്ച് റെസിപ്പീസുമായിട്ടാണ്. നമ്മളിതിന് മുൻപ് 2 ടൈപ്പിലുള്ള പൊതിച്ചോറ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് മറ്റൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റിയാണ്. വാട്ടിയ വാഴയിലയിൽ ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പെരിഞ്ചീരകം, ഒരു നുള്ളു കായം, ഉപ്പ്, പിന്നെ കറിവേപ്പില. ഈ ചേരുവകൾ ചേർത്തിട്ട് മീൻ വറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ മീൻ വറുത്തിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹോട്ടലുകളിലൊക്കെ മീൻ പൊരിക്കുമ്പോൾ ഈ ഒരു കൂട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വിനീഗറും എടുക്കാവുന്നതാണ്. അപ്പം നാരങ്ങ അരിയില്ലാതെ പിഴിഞ്ഞു കൊടുത്തിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി മത്തിയിൽ ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് വറക്കാറാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, ഒരു ചെറിയ സവാള പൊടിയിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്ക് 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണിത്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പല രീതിയിൽ ഉണ്ടാക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കിഴങ്ങും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തിളച്ചിട്ട് അടച്ചു വെക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ തിളച്ചിട്ട് അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. ഇവിടെ കിട്ടുന്ന കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മീൻ വറക്കാൻ വേണ്ടിയിട്ടൊരു പാനിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ചെറുതീയിലിട്ട് വേണം ഇത് വറക്കാനായിട്ട്. ഒരു സൈഡൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. അങ്ങനെ 2 സൈഡും മൂപ്പിക്കാനായിട്ട് മീൻ അവിടെ വെച്ചു. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മാങ്ങാ ചമ്മന്തിയാണ്. മാങ്ങായും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. മാങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മാങ്ങയുടെ 1/4 ഭാഗം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് മാങ്ങയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ അരയാനായിട്ട് പാടാണ്, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മാങ്ങ ഒന്ന് അരച്ചെടുക്കുന്നത്. മാങ്ങയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് വെച്ചിട്ടും അത് ചെയ്യാവുന്നതാണ്. വെള്ളച്ചമ്മന്തി അപ്പോൾ കിട്ടും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ മാങ്ങ നമ്മളിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. തേങ്ങയും പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. കറിവേപ്പില ഈ ചമ്മന്തിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട. കുറച്ചൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് ഞാൻ സാധാരണ അരച്ചെടുക്കാറുള്ളത്. ഇനി ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ അരച്ച് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഉരുളയാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നൊരു ചമ്മന്തിയാണ്. ഇനി മാങ്ങാ ചമ്മന്തിക്ക് പകരം നിങ്ങൾക്ക് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടും ചമ്മന്തി അരയ്ക്കാവുന്നതാണ്. നമ്മളേതോ ഒരു പൊതിച്ചോറിൽ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുട്ട ഇങ്ങനെ പെർഫെക്റ്റായിട്ട് പൊരിക്കുന്നുള്ളൊരു വീഡിയോ നമ്മൾ ബേസിക് കുക്കിംഗ് സീരീസിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്ത കണ്ടു നോക്കണം. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള പൊടിയിട്ട് അരിഞ്ഞത്, പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. ഇനി നമുക്ക് മുട്ട ആവശ്യാനുസരണം എടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു മുട്ട ഭയങ്കര വലുതായിരുന്നു, അതുകൊണ്ടാണ് 3 എടുത്തത്. മുട്ട നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് മുട്ടയ്ക്ക് നല്ലൊരു കളർ കിട്ടാനും നല്ലൊരു ടേസ്റ്റും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്.
ഉപ്പ് ഒരുപാട് കൂടിപ്പോകരുത്. ഇനി ഈ മുട്ട നന്നായിട്ട് ഒന്ന് സോഫ്റ്റായും കുറച്ച് ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. ഓയിലിന് പകരം നിങ്ങൾക്ക് പാല് അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പാല് ചേർത്തിട്ടുള്ള റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റ തവണയായിട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇലയിൽ വെക്കാനായിട്ട് ഈസി ആയിരിക്കും. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നപ്പം വെളുത്തുള്ളി ചതച്ച് ചേർക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയാണ്. പല രീതിയിൽ ഉണ്ടാക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ച അതേ രീതിയിലാണ് ഈ മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി ഏതായാലും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കോവയ്ക്കയും സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ചെയ്യാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ചോറ്. നമ്മൾ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് കുക്കറിൽ നമ്മൾ വേവിച്ചാണ്. അതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വാഴയിലൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ട വാഴയിലയാണ്, ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പം കഴുകി നന്നായിട്ട് തുടച്ചിട്ട് വേണം വാഴയില എപ്പോഴും എടുക്കാനായിട്ട്. ഞാൻ തുടയ്ക്കുന്ന വഴി ചെറുതായിട്ടൊന്ന് വാഴയില ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോൾ നല്ല വാഴയിലായിരുന്നു. അപ്പോൾ അത് സാരമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്ഥലത്ത് ഈ വാഴയിലൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യം പോലെ പറമ്പിൽ ഉള്ളതാണ് വാഴയില. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പൊതിച്ചോറ് കെട്ടി കഴിക്കാൻ തോന്നിയില്ലല്ലോ എന്നിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വന്ന് നമ്മുടെ നാടും വീടൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പൊതിച്ചോറൊക്കെ കെട്ടാൻ ഇടയ്ക്ക് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പുറത്തുള്ളവർ വാഴയില കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി വാഴയിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ ഞാൻ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും. പിന്നെ നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണിത് പൊതിയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കട്ടിക്ക് 2 ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വിരിക്കുകയാണ്. കാരണം വാഴയില ചെറുതായിട്ടൊന്ന് ഒരു സ്ഥലത്ത് കീറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ന്യൂസ് പേപ്പർ നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പർ പോലെ അത്ര പെർഫെക്റ്റ് അല്ല. പെട്ടെന്ന് തന്നെ അങ്ങ് അലിഞ്ഞ് കളറൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്തു. അതിന് മുകളിലായിട്ട് വാട്ടിയ വാഴയില വെച്ചു. ചൂട് ചോറ് വേണം എപ്പോഴും നമ്മൾ വാട്ടിയ വാഴയിലയിൽ ഇടാനായിട്ട്. അപ്പോഴാണ് പൊതിഞ്ഞ് വെക്കുമ്പോൾ നല്ല ആ വാഴയിലയുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ചോറ് ഞങ്ങൾ 2 പൊതിയാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ 4 പേരൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അധികം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറികൾ ഓരോന്നായിട്ട് വിളമ്പാം. അങ്ങനെ ഇന്ന ഓർഡറിനൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളമ്പാവുന്നതാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ആദ്യം വെക്കുന്നത്. ഈ പൊതിച്ചോറ് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചമ്മന്തി ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം. പല രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. പല കോമ്പിനേഷനിൽ നമുക്ക് പൊതിച്ചോറ് കിട്ടാം. അപ്പം ഓരോരോ റെസിപ്പികൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2 മത്തി പൊരിച്ചതും കൂടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെക്കാനുള്ളത് മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ അച്ചാറുമാണ്. ഞാനിവിടെ നാരങ്ങ അച്ചാറാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു, അത് ഞാൻ വെക്കാൻ മറന്നുപോയി. അപ്പം ഉപ്പിലിട്ടതുണ്ടെങ്കിൽ അതും കൂടെ വെച്ചാൽ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് മോരുകറിയോ ഒക്കെ എടുക്കാം. നമുക്ക് മോരുകറി ഉണ്ടായിരുന്നു, ഞാനത് ഈ ഇലയിൽ വിളമ്പിയില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് മുട്ട പൊരിച്ചതിൽ നിന്ന് ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇല പൊതിയാം. പൊട്ടും തന്നെ കീറാതെ ഞാനത് പൊതിഞ്ഞായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ട് പൊതിയാം. ഇല കിട്ടുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറ് കിട്ടുന്നത്. അപ്പോൾ അവരും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിച്ചു, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. കൂടുതൽ റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്